ഒരു ചിക്കൻ അറേബ്യൻ പുലാവ് ഉണ്ടാക്കിയാലോ? ഒരു അടിപൊളി നമുക്ക് ഒരു അറേബ്യൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കാം കേട്ടോ. ഹായ്, ഹലോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും ഉണ്ടാക്കിയിട്ടില്ലാത്തതുമായൊരു ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അറേബ്യൻ ചിക്കൻ പുലാവ്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് വലിയ ഉള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതും, ഒരു ഹാഫ് ലെമൺ, പിന്നെ കുറച്ച് ചിക്കൻ പീസ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചതാണ്. നമ്മൾ കണ്ട വീഡിയോയിൽ അവർ നെയ്യൊന്നും ഒഴിക്കുന്നില്ല, ഞാനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചതാണ്. പിന്നെ അതിനകത്തേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കുരുമുളകും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പീസൊക്കെ നമ്മൾ ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ച ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഓയിലിലേക്ക്. അങ്ങനെ അതൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് മൂടി വെച്ച് ഒന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവായാൽ മതി. അത് ഹാഫ് വേവായതിന് ശേഷം അരി നനച്ച് വെച്ചിട്ടുണ്ട്. ആ നനച്ച് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഇത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം മൂടി വയ്ക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞ് അരി വെന്തോന്ന് നോക്കാൻ വേണ്ടി ഞാനതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിനൊരു വേറൊരു കളറാണ് കേട്ടോ വന്നത്. നമ്മൾ കണ്ട വീഡിയോയിൽ നല്ല വൈറ്റ് കളറായിരുന്നു റൈസ് ഇട്ട് യോജിപ്പിച്ചതിന് ശേഷമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ റൈസ് ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അതിനൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വന്നത്. പിന്നെ ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് മൂടി വെച്ച് വേവിച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് പിന്നെ അത് പുറത്തെടുത്ത് നോക്കിയപ്പോഴും ഈ ഒരു കളർ തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഒരു ഭംഗി ഈ റൈസിനില്ല. പക്ഷേ ടേസ്റ്റും വലിയൊരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ടൊരു ലഞ്ച് കഴിക്കണമെങ്കിലൊക്കെ സെറ്റാക്കാം.